Inspiration from someone else may get us started, but the success starts with climbing from bottom. മറ്റൊരാളിൽ നിന്നുള്ള പ്രചോദനം നമ്മെ തുടക്കത്തിൽ എത്തിച്ചേക്കാം, പക്ഷെ വിജയം ആരംഭിക്കുന്നത് താഴെ നിന്ന് കയറുന്നതിലൂടെയാണ്. നാം ഒരു താഴ്വരയിലായിരിക്കുമ്പോൾ പർവ്വതത്തിന് മുകളിൽ നിൽക്കുന്നവരോട് ഇഷ്ടക്കേടും അസൂയയും അത് നിമിത്തമുണ്ടാകുന്ന നീരസവും ഉണ്ടായേക്കാം. അവർ അവിടെ കയറി എത്തിയതിന് പിന്നിൽ ധീരമായ തീരുമാനവും ധീരമായ അധ്വാനവും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം മറക്കരുത്. നമുക്കവരെ സമീപിക്കണമെങ്കിൽ നമ്മൾ കയറണം. എന്നാൽ നാം മടി പിടിച്ചാലോ താഴ്വാരത്തിൽ തന്നെ നിൽക്കും. മടിയന്മാരെക്കുറിച്ച് തിരുവചനം പറയുന്നത് സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. നമ്മുടെ ഭൗതികവും ആത്മീയവും ശാരീരികവുമായ കാര്യങ്ങളിൽ മടിയെ നാം ജയിക്കുന്നവരാകണം. മടിയെ നാം ജയിച്ചാൽ നാം ജയിച്ചിരിക്കുന്നു. മടിയെ നാം ജയിക്കണമെങ്കിൽ ഒരു കാര്യത്തെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ മതിയാകും. അതത്രേ അത്യുത്സാഹം. നമ്മുടെ ഉത്സാഹത്തോട് നാം അച്ചടക്കം പാലിച്ചാൽ, അതിനോട് നീതി പുലർത്തിയാൽ മുൻപോട്ടുള്ള കാര്യങ്ങൾ സുഗമമായി തീരും. ഉത്സാഹികളെപ്പറ്റി തിരുവചനം പറയുന്നത് സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 24-ാം വാക്യം. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകൾ ആകുന്നു. സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായം 10-ാം വാക്യം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. വാക്യം 15. അവൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഉത്സാഹി ബിൽഡ്സ് ക്യാരക്ടർ, സ്വഭാവത്തെ കെട്ടിപ്പടുക്കുന്നു. ഒരുവൻ്റെ സ്വഭാവം നന്നായാൽ ജീവിതം നന്നായി. ജീവിതം നന്നായാൽ അത് വിജയത്തിലേക്ക് മാത്രമല്ല ഫലപ്രാപ്തിയിലേക്ക് നയിക്കുക കൂടി ചെയ്യുന്നു. സ്പിരിച്വൽ ഡിലിജൻസ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ്സ് അബൌട്ട് പെർസിസ്റ്റൻസ് വിത്ത് പർപ്പസ്. ഗോഡ് സീസ് ദി സീക്കിംഗ് ഹാർട്ട് ഈവൻ വെൻ പ്രോഗ്രസ് ഫീൽസ് സ്ലോ. ആത്മീയ ഉത്സാഹം പൂർണ്ണത എന്നല്ല, അത് ലക്ഷ്യബോധത്തോടുകൂടിയുള്ള സ്ഥിരോത്സാഹമാണ്. പുരോഗതി മന്ദഗതിയിലാണെന്ന് തോന്നുമ്പോഴും അന്വേഷിക്കുന്ന ഹൃദയത്തെ ദൈവം കാണുന്നു. ഹാവ് എ പ്ലസന്റ് ഡേ.